മറ്റൊരു ബ്യൂട്ടിഫുൾ ഫേസിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഞങ്ങൾ കണ്ടിട്ടുള്ള ഷൈനെ അല്ല ഞങ്ങൾ നേരിട്ട് കാണുന്നത്. അല്ല, വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം തീർച്ചയായും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? ഇതാണ് കുറച്ചുകൂടെ. അപ്പൊ അതായിരുന്നാലല്ലേ ഇത് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഈ ഷൈനെ, നടൻ എന്നൊരു ഷൈനെ ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മലയാളികളുണ്ട് സമൂഹത്തിൽ. അങ്ങനെ ഒരു നടനെ എക്സ്പ്ലോർ ചെയ്യേണ്ട സമയമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ഇനിയുള്ള ചൂസ് ചെയ്യുന്ന കഥാപാത്രങ്ങളെ, ഷൈൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പാൻ ഇന്ത്യൻ ആക്ടർ എന്ന ലെവലിലേക്കാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ പോകുന്ന ഒരു ഫേസിലൂടെ നോക്കുമ്പോഴേക്കും എങ്ങനെ ചെയ്യുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യണം എന്നൊക്കെ ഒരു ഏകദേശം പ്രിപ്പറേഷൻ ഓഫ് ഗ്രാഫ് ഉണ്ടോ? എല്ലാ ക്യാരക്ടേഴ്സും തമ്മിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഒരേ ടൈപ്പ് ക്യാരക്ടർ ആവരുത്. ഇപ്പോൾ പോലീസ് ക്യാരക്ടർ തന്നെ 10 ചെയ്യുമ്പോൾ 10 പോലെ ഇരിക്കണം. അത് നമ്മളൊരു 50 ചെയ്താലും 500 ചെയ്താലും 500 പോലീസുകാരും 500 പോലീസുകാരായിട്ട് തന്നെ ഇരിക്കണം. അല്ലാതെ ഒരു പോലീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പോലീസ് ചെയ്യില്ല. ആ വ്യത്യസ്തതയല്ല. ഓരോ ക്യാരക്ടറിനും നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു നമ്മൾ 500 പടം കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു സ്റ്റില്ല് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്കെങ്കിലും ഒരു വ്യത്യസ്തത കണ്ടുപിടിക്കാൻ പറ്റണം. അത് ഏത് പടത്തിലെത്തിയാണ് അല്ലെങ്കിൽ ഏതാ ക്യാരക്ടറാണ്. അത് ചിലപ്പോൾ മിഷീലായിരിക്കാം, വീരുന്നതിലായിരിക്കാം, കൈ മടക്കി വയ്ക്കുന്നതിലായിരിക്കാം, ബട്ടൺസ് ഇടുന്നതിലായിരിക്കാം, ഡ്രസ്സിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ ആക്ഷൻസിലായിരിക്കാം. ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഇടക്കാലങ്ങളിൽ ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവാൻ കാരണം ഈ തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിനു ശേഷം അവിടെ 1.5 വർഷമൊക്കെയാണ് ഒരു പടം എടുക്കുന്നത് തീർക്കാൻ. അപ്പോൾ ഈ 1.5 വർഷം നമ്മൾ ആ കണ്ടിന്യൂറ്റി വെച്ചിട്ട് തന്നെ ഇവിടെ ഒരു 15 പടം ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ആ വ്യത്യസ്തത മുഴുവനായിട്ട് അതിൽ കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള സമയങ്ങളിൽ കുറച്ചും കൂടി അറ്റ് എ ടൈം ഒരു പടം ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ശ്രമങ്ങൾ പ്രകടമായിട്ട് കാണാറില്ല. ഇനി പ്രകടമാക്കാൻ ശ്രമിക്കാം കൂടുതൽ. അതുപോലെ ഈ സിനിമയിലെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുന്നത് പഠിപ്പിക്കില്ല, പക്ഷെ പറഞ്ഞ നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് തന്നെ പറയാൻ പറ്റും. അത് അർദ്ധബന്ധു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നുള്ള വാക്കാണ്. പിന്നെ ഡയലോഗുകളാണല്ലോ നമ്മൾ പഠിക്കുന്നത്, ലാംഗ്വേജ് അല്ലല്ലോ. ഡയലോഗുകൾ ആ സമയത്ത് നമ്മൾ ആദ്യത്തെ പടത്തിൽ കാണാതെ പഠിച്ചിരുന്നു. പിന്നെ കാണാതെ പഠിക്കില്ല, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇപ്പൊ പുള്ളി പറയുന്ന സമയത്ത് അത് പ്രോംപ്റ്റ് ചെയ്ത് പറയാമോ. ఆడు నీకు సూర్యుగా వచ్చి పెళ్లి చేసింది, నేను పెళ్ళైన రాత్రి జీరజుడు ముడిలైన ఎప్పుడు గొప్ప ఎప్పుడు വില്ലനുള്ള അവാർഡാണ് എല്ലാ കൊല്ലം കിട്ടാറുള്ളത്. ആക്ടർ അവാർഡ് ആക്ച്വലി ഇതൊരു പ്രൊഡക്ഷൻ തെലുങ്കിന്റെ കൂടെ വന്നിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇത് വരാറുണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഒരു പ്രൊഡ്യൂസർ തന്നെയാണ്. ഏഞ്ചൽ 16 എന്ന് പറഞ്ഞ പടം ചെയ്തത്, അതിൽ ഡാഡി കോ പ്രൊഡ്യൂസർ ആയിരുന്നു. അതും തെലുങ്ക് തന്നെ. കാരണം തെലുങ്കില് വളരെ ബിഗ് ബഡ്ജറ്റ് പടങ്ങളാണ് സാധാരണ ഉണ്ടാവുക. അപ്പോൾ അവർക്ക് എല്ലാ പ്രൊഡക്ഷനും ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ചെയ്യാൻ പറ്റാറില്ല, പറ്റുന്ന അവസ്ഥയിലല്ല. അപ്പോൾ മലയാളത്തിൽ താരതമ്യേന ബഡ്ജറ്റ് കുറഞ്ഞ പടങ്ങൾ അവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അല്ലേ ബഡ്ജറ്റ് അല്ലേ, ഗുഡ് ആക്ടേഴ്സ്, ഗുഡ് ക്രാഫ്റ്റ്. തെലുങ്ക് മൂവീസ് ഈസ് വെരി ഹൈ. ഞാൻ പറയുകയാണെങ്കിൽ ഹിന്ദി പടങ്ങളെക്കാളും ടെക്നിക്കലി അവർ വളരെയധികം മുന്നിൽ നിൽക്കുന്ന രീതിയിലാണ്. നമ്മൾ ബഡ്ജറ്റ് രീതിയിൽ നമ്മളുടെ ഇടയിലുള്ള ആളുകളുടെ കഥ പറയും, അവര് വലിയ വലിയ കഥകൾ പറയും. അത് നമ്മുടെ ബഡ്ജറ്റും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ആദ്യം മുതൽ മലയാളത്തിൽ ആക്ടേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന രീതിയാണ് കൂടുതൽ. അവർ ടെക്നിക്കിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ലൈക്ക് തെലുഗു ബാലകൃഷ്ണ നാനി. ബാലകൃഷ്ണ ബാലയ്യ സാറാണ് നമ്മളോട് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. ഞാനിയൊക്കെ ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അതായത് അധികം സംസാരം ഇല്ല. അവർ കുറച്ചും കൂടി ക്യാരക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ ഇരിക്കാൻ കൂടുതൽ സംസാരങ്ങളിലേക്ക് വരും. പക്ഷെ ബാലയ്യ സാറ് ഈ പറഞ്ഞ പോലെ ഷോട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് നമ്മളായിട്ട് സംസാരിക്കും.
അച്ഛൻ്റെ കാലം മുതലുള്ള കഥകൾ പറയും. അച്ഛൻ്റെ മുതൽ പുള്ളിയുടെ മകൻ്റെ കഥകൾ വരെ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. Your name in Telugu is Junior Balakrishna. You know that? But the energy you have. പക്ഷെ ചാക്കോ ഗാരു എന്നാണ് വിളിക്കുക എല്ലാവരും. ചാക്കോ ഗാരു.